ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഷോപ്പിങ്ങിൻ്റെ നെക്സ്റ്റ് പാർട്ടാണ്. ഞാൻ ഇന്നും കുറ്റിയും പറിച്ച് ഇറങ്ങിയേക്കാണ് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട്. അപ്പം നാട്ടിലേക്കുള്ള ഷോപ്പിങ്ങിൻ്റെ വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മടുത്തിട്ടുണ്ടാവില്ലേ? ആകെ കഴിഞ്ഞ് ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുള്ളൂ തോന്നുന്നു. അപ്പം നമ്മുടെ നാട്ടിലേക്കുള്ള ഷോപ്പിങ്ങിൻ്റെ ലാസ്റ്റ് പാർട്ട് വീഡിയോ ആണ്. ഇനിയൊരു ഷോപ്പിംഗ് വീഡിയോ ഇല്ല, ഇതും കൂടി ഞാൻ നിർത്തുവാണ്. സോ ഇന്ന് ഷോപ്പിങ്ങിന് ഞാൻ തന്നെയാണ് പോകുന്നത്, വേറെ ആരും ഇല്ല കേട്ടോ. കാരണം എല്ലാവരും ഡ്യൂട്ടിക്ക് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഇന്ന് എനിക്കൊരു ഓഫ് ഡേ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എല്ലാ കാര്യവും സെറ്റാക്കണം. പോയി വന്നിട്ട് വേണം എനിക്ക് എൻ്റെ ബാഗ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇതുവരെ നമ്മൾ ബാഗ് പാക്ക് ചെയ്യുകയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് പോയി വന്നിട്ട് ഇതൊക്കെ ചെയ്യാനുണ്ട്. ഇന്നലെ നൈറ്റായിരുന്നു, മിനിഞ്ഞാന്ന് നൈറ്റായിരുന്നു. ഒന്ന് കിടന്നുറങ്ങിയിട്ട് പോലുമില്ല. കാരണം എല്ലാ സാധനങ്ങളും കുറച്ചൊക്കെ മേടിക്കാനുള്ളതൊക്കെ ഇങ്ങനെ തപ്പി നമ്മൾ നടന്നിട്ട് വയ്യാണ്ടായി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഷോപ്പിംഗ് വീഡിയോ തീരുവാണ്. പിന്നെ നേരെ ബസ്സിൽ കയറിയിട്ട് മാർസ പാർക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ പോവാം. അവിടെ അത്യാവശ്യം ഷോപ്പ് കാര്യങ്ങളുണ്ട്. നമ്മൾ ഓൾറെഡി പോയതാണ്, കഴിഞ്ഞ ദിവസം പോയ സ്ഥലം തന്നെയാണ്. പക്ഷേ എനിക്ക് രണ്ടൊന്ന് ഷവർ ജെല്ല്, പിന്നെ ബോഡി ലോഷൻ, അങ്ങനത്തെ ക്രീം കാര്യങ്ങളൊക്കെ മേടിക്കുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് പോയാൽ നല്ല ഷോപ്പുണ്ട്. അപ്പോൾ ഞാൻ വെച്ചാൽ അവിടെ പോയിട്ട് അതും കൂടി മേടിച്ച് ബബിൾ റാപ്പും കൂടി മേടിച്ചിട്ട് ഇനി വീട്ടിൽ വന്നിട്ട് വേഗം എല്ലാം പാക്ക് ചെയ്യണം. ഇനി ടൈമില്ല, ഇനി നാളെ ഡ്യൂട്ടിയുണ്ട്, മറ്റന്നാൾ ഡ്യൂട്ടിയുണ്ട്, പിന്നെ എനിക്ക് ഓഫ്. പിന്നെ ഞാൻ പോവാണ് കറക്റ്റ്. ഇനി 5 ദിവസം കൂടി ഉള്ളൂ ഞാൻ പോകാനായിട്ട്. അതുകൊണ്ട് ഒട്ടും സമയമില്ല. അപ്പോൾ എല്ലാം വേഗം ചെയ്യണം. ഇങ്ങനെ അപ്പോൾ നമ്മൾ ഷോപ്പിലേക്ക് പോകാൻ വേണ്ടി നേരെ ബസ് സ്റ്റോപ്പിൽ ചെന്ന് ഒരു പാസ്തീസിയൊക്കെ മേടിച്ചിട്ടാട്ടോ ഞാൻ പോയി. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒരു പാസ്തീസിയൊക്കെ മേടിച്ച് നമ്മൾ ബസ് സ്റ്റോപ്പിലിരുന്ന് കുറച്ച് നേരപ്പോൾ തന്നെ നമ്മുടെ ബസ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് മാർസ പാർക്കിലാണ്. അവിടെ കുറച്ച് ഷോപ്പും കാര്യങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. മാർസ പാർക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ അടുത്ത് ഒരു സൂപ്പർ മാർക്കറ്റുണ്ട്, പവി പാമ. അപ്പോൾ നമുക്ക് അവിടേക്ക് പോവാം. അവിടെ പോയിട്ട് കുറച്ച് സാധനങ്ങൾ നോക്കാം. അപ്പോൾ നമ്മൾ നേരെ പവിയിലേക്കാണ് പോകുന്നത്. ഇവിടെ നിന്ന് എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മേടിക്കാനുള്ളത്, നാട്ടിൽ കൊണ്ടുപോകാനുള്ളത്. അപ്പോൾ അങ്ങനത്തെ കുറേ സാധനങ്ങൾ നമുക്ക് പവിയിലാണ് കിട്ടുക. ലിഡിലിൽ ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ അധികം ഒരുപാട് വെറൈറ്റി ഒന്നും കണ്ടില്ല. അപ്പോൾ നമ്മൾ നേരെ പവിയിലോട്ട് ചെന്നു. എനിക്ക് മെയിനായിട്ട് മേടിക്കേണ്ട ഒരു സാധനമാണ് ഈ ടൂണ എന്ന് പറഞ്ഞിട്ട്. കാരണം എൻ്റെ ബ്രദർ UK എന്നൊക്കെ വന്ന സമയത്ത് ഈ ടൂണ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ടൂണ കുറേ മേടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ടൂണയാണ് ഞാൻ ഏറ്റവും കൂടുതൽ മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് മേടിക്കാനുള്ളതായിരുന്നു ഈ ക്രോസിയൻ്റാണ്. ഞാനിവിടെ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റിന് ക്രോസിയൻ്റാണ് കഴിക്കാറ്. അപ്പോൾ ഇങ്ങനെ വീട്ടിൽ വിളിക്കുന്ന സമയത്ത് എന്താ കഴിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെ ക്രോസിയൻ്റാന്ന് പറയുമ്പോഴൊക്കെ അമ്മയ്ക്ക് ഇങ്ങനെ പറയുമ്പോൾ ഭയങ്കര ഇതാണ് കേൾക്കുമ്പോഴൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നാട്ടിലേക്ക് വന്ന ടൈമിലൊക്കെ കൊണ്ടുവരാമെന്നൊക്കെ പറയും. അപ്പോൾ അവർക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിൻ്റെ ചോക്ലേറ്റിൻ്റെയും അതുപോലെ തന്നെ വാനിലയുടെയും ഫ്ലേവേഴ്സൊക്കെയാണ് ഞാൻ മേടിച്ചത്. ഇവിടെ ഈ ഒരു ബ്രാൻഡിന് ഓഫർ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ വെറൈറ്റി ബ്രാൻഡ് ഉണ്ടായിരുന്നു. ഞാൻ ഇതാണ് എടുത്തത്. പിന്നെ എനിക്ക് ബബിൾ റാപ്പ് കാര്യങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. പക്ഷേ ഇതിന് എനിക്ക് എടുക്കാൻ പോയപ്പോൾ 10 യൂറോയാണ് ഈ റോഡിൽ നിന്ന് കണ്ടത്. അപ്പോൾ ഞാനത് എടുത്തില്ല. പിന്നെ അവിടെ നമ്മുടെ സ്റ്റാഫിനോട് ചോദിച്ചപ്പോൾ അവരിങ്ങനെ സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ചാൽ ബബിൾ റാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് കുറച്ച് തന്നു. അങ്ങനെ അതെടുത്ത് നമ്മൾ നേരെ ബില്ലടിക്കാൻ പോയി. പിന്നെ ഇത് അടുത്തൊരു ദിവസമാണ്, കാരണം അന്ന് അത്രേ ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ വേറൊരു ദിവസം ഞാനും എൻ്റെ റൂംമേറ്റും കൂടിയും പോയതാണ്. എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. എനിക്ക് ഡ്യൂട്ടിക്ക് പോകണേക്കും നൈറ്റ് ഡ്യൂട്ടിക്ക് പോകണേക്ക് മുമ്പ് ജസ്റ്റ് നമ്മൾ പോയി സാധനങ്ങൾ മേടിച്ചിട്ട് ആ വഴി ഞാൻ പോകാൻ വേണ്ടി അവളെ വിളിച്ചുകൊണ്ട് പോയതാട്ടോ. അപ്പോൾ എനിക്ക് ഡ്രസ്സ് മേടിക്കണം. പിന്നെ വീട്ടിലേക്ക് അച്ഛന് അതുപോലെ തന്നെ ചേട്ടന് എന്തെങ്കിലും ഡ്രസ്സൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ പോയതാണ്. അങ്ങനെ നേരെ നമ്മൾ മാർസ പാർക്കിൽ തന്നെയുള്ള കിയാബിയിലോട്ടേക്കായിട്ട് പോയത്. കുറേ പേര് പറഞ്ഞു അവിടെ നല്ല കളക്ഷൻസ് കാര്യങ്ങളുണ്ട്. ഞാനങ്ങനെ കിയാബിയിൽ നിന്ന് ഡ്രസ്സ് എടുത്തിട്ടില്ല ഇതുവരെയായിട്ടും വന്നിട്ട്. അപ്പോൾ അവിടെ പോയി നോക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ കിയാബിയിലോട്ടേക്ക് പോയി. എനിക്കൊരു ജംസ്യൂട്ട് പോലത്തെ എടുക്കണം എന്നായിരുന്നു ആഗ്രഹം. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കോട്ട് സെറ്റോ അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് തപ്പി നടന്നപ്പോൾ എനിക്ക് ലാസ്റ്റ് ഒരു ക്രീം കളറൊക്കെ കണ്ടു. പക്ഷെ അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ്, നമുക്ക് ടോപ്പ് സെപ്പറേറ്റ് അതുപോലെ ബോട്ടം സെപ്പറേറ്റ് അങ്ങനെ സെപ്പറേറ്റാണ് മേടിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറേ നോക്കി. ഒരുപാട് കളക്ഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യമുണ്ട്, എന്നാൽ വലിയ ഇതായിട്ടുണ്ടായിരുന്നില്ല ആ ടൈമിൽ. പിന്നെ കുറേ തിരക്കായിരുന്നു, സെയിലൊക്കെ നടക്കുന്നതുകൊണ്ട് സാധനങ്ങളൊക്കെ ഇങ്ങനെ കുറേ തീർന്ന് വരുന്നുണ്ടായിരുന്നു നമ്മുടെ സൈസൊക്കെ. പിന്നെ ഞാൻ ചേട്ടനും അച്ഛനുള്ള ഷർട്ട്, ബനിയൻ അങ്ങനെയുള്ള കുറേ നോക്കി. ഈ ഷർട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ആ ഒരു ഗ്രീൻ. ഞാൻ പിന്നെ ആ ഒരു ഷർട്ട് എടുത്തു. ചേട്ടനും കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ എനിക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് കാണിച്ച ആ ഒരു ഇതുണ്ടായിരുന്നല്ലോ, ഒരു കോട്ട് സെറ്റ്, അത് ട്രയൽ ചെയ്ത് നോക്കി. എനിക്ക് സാധനമൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷെ അത് കുറച്ച് കൈയൊക്കെ ഒരു ഇറങ്ങിയിട്ടുള്ളതുപോലെ ആയതുകൊണ്ട് എനിക്ക് കംഫർട്ടബിളായിട്ട് തോന്നിയില്ല. അപ്പോൾ പിന്നെ അതെടുത്തില്ല. പിന്നെ ഞങ്ങൾ കുറേ ഷോപ്പിൽ അവിടെയൊക്കെ ഫുൾ നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്കന്ന് ഡ്രസ്സ് കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് പോയി അന്നത്തെ ആ ഒരു ഷോപ്പിംഗ് ഡേ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്ക് ഡ്യൂട്ടിക്ക് വേണ്ട സമയമായതുകൊണ്ട് വലിയ കാര്യത്തിന് പിന്നെ അധികമൊന്നും പോയി നോക്കാൻ പോയില്ല. അപ്പോൾ ഇതാണ് ഒരു കുട്ടി ഷോപ്പിംഗ് വീഡിയോ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഷോപ്പിംഗ് വീഡിയോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അടുത്ത നമ്മുടെ പാക്കിംഗ് വീഡിയോ ആണ്.
ഇനി ഇങ്ങനത്തെ വീഡിയോ ഇട്ട് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അപ്പം നമുക്ക് ഇനി നെക്സ്റ്റ് നമ്മുടെ പാക്കിംഗ് വീഡിയോയും ട്രാവലിംഗ് വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്.